പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും കൃപാസ്ഥാനത്താറെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ അമ്മയുടെ നാമത്തിലെ സ്നേഹവന്ദനം. ഇന്നത്തെ നിങ്ങളുടെ ദിവസത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ പ്രാർത്ഥന ആവശ്യങ്ങൾ പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതത്തെ അങ്ങനെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകം മുഴുവനും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങനെ തിരുമുറുവാർന്ന് വലതുകരം ആണിപ്പുഴാർന്ന് അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരത്തെ മക്കളെ ആശീർവദിക്കണമേ. രോഗപീഡിതരെ ഇപ്പോഴും അങ്ങ് സ്പർശിക്കണമേ. ഉച്ചമുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ജോലിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ ഇടപെടുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ ചർച്ച ചെയ്യുന്ന പ്രത്യേക വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ. കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ. നിങ്ങളുടെ യോഗ്യതയാലല്ല, കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെ ഇടപെടുന്ന വിഷയങ്ങളിലെ കർത്താവിൻ്റെ കരുണ പ്രവർത്തിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്നുവരെ പെൻഡിങ് ആയിട്ടുള്ള തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഒറ്റ ദിവസത്തിൻ്റെ ദൈവികമായ ഇടപെടൽ കൊണ്ട്
അതിൻ്റെ തടസ്സം നീങ്ങിപ്പോട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ, കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ മുൾക്കിടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ ശിരസിലേക്ക് ഒഴുക്കുകയും നിങ്ങളുടെ സന്ധിബന്ധങ്ങളെ കർത്താവ് രക്തം നിറയട്ടെ. മാംസപേശികളെ കർത്താവ് രക്തം തളിക്കപ്പെടട്ടെ. രക്തഞരമ്പുകളെ കർത്താവിൻ്റെ രക്തം ഒഴുകട്ടെ. ബുദ്ധിയും ബോധവും കർത്താവിൻ്റെ വിശുദ്ധമായ ആത്മാവിനാൽ നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെ യേശുനാമത്തിൽ ഇന്നത്തെ ദിവസം ജനുവരി 14 തീയതിയായ ഇന്ന് ചൊവ്വാഴ്ച നിങ്ങളുടെ വഴിയാത്രകൾ, സംസാരങ്ങൾ, വിഷയങ്ങൾ, ചർച്ചകൾ, മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇടപെടുന്ന സാഹചര്യങ്ങൾ, ചെന്നെത്തുന്ന ഓഫീസുകൾ, നിങ്ങളുടെ ജോലികൾ, ഉദ്യമങ്ങൾ എല്ലാം നിലവിലുള്ള തടസ്സങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവ് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. കുഞ്ഞുങ്ങൾ ക്ഷീണിതരുണ്ട്, പീഡിതരുണ്ട്. ഗർഭസ്ഥ ശിശുക്കൾക്ക് കർത്താവ് ശ്വാസകോശങ്ങളിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, ആന്തരിക അവയവങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഗർഭിണികൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ അമ്മയും കുഞ്ഞും ആരോഗ്യമായി കർത്താവിൻ്റെ ദൃശ്യത്തിൽ എത്തിച്ചത് നന്ദി പറയാൻ ഇടയാക്കണമേ. കർത്താവ് വസ്തു വിൽപ്പനക്കാരുണ്ട്, അതുപോലെ തന്നെ പഠനങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയുള്ള മക്കൾ, എല്ലാവരുടെയും തടസ്സങ്ങൾ, പേടികൾ, ഭയങ്ങൾ, ഉറക്കമില്ലാത്ത അവസ്ഥകൾ യേശുക്രിസ്തു നീങ്ങിപ്പോട്ടെ. കടം കിട്ടാനുള്ളവർ, കൊടുക്കാനുള്ളവർ കർത്താവ് അതെല്ലാം യഥാസമയങ്ങളിൽ ഞങ്ങൾ വാക്ക് പറഞ്ഞിരിക്കുന്ന സമയങ്ങളിലെല്ലാം കൊടുത്തു തീർക്കുവാനും ഉള്ളിൽ ചാഞ്ചല്യമില്ല, കളങ്കമില്ല, എല്ലാത്തിനും പരിഹാരം ഉണ്ടാകാനും ദൈവത്തിൻ്റെ കരുണ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ ഉന്നതമായ നാമം നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവ് സർവ്വസ്ഥരെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷ ലേഖനം കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. എല്ലാവർക്കും ആവേശം പകരുന്ന ഒരു വാഗ്ദാനമാണ്. ഒരു സങ്കട സമയത്ത്, പ്രതിസന്ധി സമയത്ത് ഞാൻ മാതാവിൻ്റെ പടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്നെപ്പോലെ വിഷമം, ചില കാര്യങ്ങൾക്ക്, ചില പ്രവർത്തന പ്രതിസന്ധികൾ സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ എനിക്കുണ്ടായിരുന്നു. ആത്മീയ മേഖലയല്ല, ആ മേഖലയിൽ ആ മേഖലയിലെ പ്രവർത്തനങ്ങൾ, പബ്ലിഷിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ എഴുത്തിൻ്റെ കാര്യങ്ങൾ, അവിടെ കുറേ തടസ്സങ്ങൾ മാസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ മാസങ്ങളിലൊക്കെ 5 പുസ്തകങ്ങളെ വെച്ച് പ്രസിദ്ധീകരിച്ചാണ്. ഈ വർഷം ആകുമ്പോൾ 24 വലിയ പുരോഗമനം ആ മേഖലയില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയാമല്ലോ. എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ എഴുതാൻ പോയിന്റുകൾ വരുന്നില്ല, എഴുതാൻ പറ്റണില്ല, സാധനം ഒക്കണില്ല. അങ്ങനെ ആ മേഖല എനിക്ക് ആവശ്യം മെറ്റീരിയൽസ് കിട്ടുന്നില്ല. അപ്പോൾ അത് ബ്ലോക്കായി കഴിഞ്ഞപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഈ വിഷയത്തെക്കുറിച്ച് നീ എന്താണ് പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ മറുപടികളെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ പ്രതിസന്ധികളെയും ദൈവം ഇതുപോലെ പരിഹരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ വചനം വായിക്കാം. സക്രിയയുടെ പ്രവചനങ്ങൾ 1:17. വീണ്ടും വിളിച്ചു പറയുക, എന്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും. കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും. ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അതായത് ഈ ഐശ്വര്യത്തെ പുനഃസ്ഥാപിക്കുമെന്ന്. അപ്പം ദൈവം ഒരു വാക്ക് പറയുമ്പോൾ അത് വാക്കിൻ്റെ ദാനമാണത്. അതിനെ നമ്മൾ വിളിക്കുന്നത്, ബൈബിളിൽ അറിയപ്പെടുന്നത് വാഗ്ദാനമെന്നാണ്. ദൈവത്തിൻ്റെ ദാനം നമുക്ക് നൽകണത് വാക്കിലൂടെയാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിറവേറും. കാര്യം അത് പറയണത് ദൈവമാണ്. ദൈവം സാധാരണ വികാര വിക്ഷോഭങ്ങൾക്ക് അതീതനും കാലാവസ്ഥ ദുർഭേദങ്ങൾക്കെല്ലാം അതീതനായതുകൊണ്ട് കർത്താവിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും നമുക്ക് ലഭിക്കുന്നത് ആദ്യം അത് വാക്കിൻ്റെ രൂപത്തിലാണ്. വാക്കിലൂടെയുള്ള ദാനത്തിനാണ് നമ്മൾ വാഗ്ദാനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ നിക്ഷേപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ വിശ്വസിക്കണം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ വചനം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. അതുപോലെ ഈ വചനങ്ങൾ നിങ്ങളുടെ ഐശ്വര്യങ്ങളെ, നിങ്ങൾ കെട്ടൊരു കാലത്തിലൂടെയാണ് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയകാല അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും അതുപോലെ ഐശ്വര്യങ്ങളെയും ദൈവം ഇന്നത്തെ ദിവസം പുനരുജ്ജീവിപ്പിക്കട്ടെ. പഴയ നിങ്ങളെ സന്തോഷിപ്പിച്ച, നിങ്ങളെ നല്ലതുപോലെ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിട്ടുള്ള, ദൈവാനുഗ്രഹത്തിൽ നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുള്ള ആ നല്ല കാലങ്ങൾ
ഈ വാക്കിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഐശ്വര്യമാകുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി അച്ഛനെ കൂടെ ചേർന്ന് പറയുക. ഒരിക്കൽ കൂടി വായിച്ചുള്ള വചനങ്ങൾ വീണ്ടും വിളിച്ചു പറയുക. എന്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണ്ണമാക്കുന്നു. കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കുന്നു. ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്ന ഈ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ എല്ലാ ആശീർവാദങ്ങൾക്കായി നിങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ജനങ്ങൾ ഇന്ന് ജനുവരി 14 ചൊവ്വാഴ്ച ശിരസ് നമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ദൃശ്യം നിൽക്കുമ്പോൾ നിന്റെ തിരുമുറുവാർന്ന് വലത് കരുത്താൽ മക്കളെ ആശ്വസിപ്പിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ആത്മശക്തിയാൽ മക്കൾ അഭിഷേകം പ്രാപിക്കട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളിലെ മനുഷ്യന് അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ, അതിനെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യാനുള്ള പഠന മുറകളാണ് ഉടമ്പടിയിലുള്ളത്. വൈദ്യം ശാസ്ത്രമാകുമ്പോൾ ഓരോരോ രോഗത്തിന് ഓരോരോ മരുന്നുകളും അതിൻ്റെ ഉപയോഗിക്കുന്ന വിധങ്ങളും ഡോസേജുകളും ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോരോ വിഷയത്തിനും ഓരോരോ പരിഹാര മാർഗങ്ങളാണ്. ഈ പരിഹാര മാർഗങ്ങൾ അതിൽ തന്നെ വളരെ വ്യക്തവും കൃത്യവുമാണ്. ഉടമ്പടിയിൽ വരുന്ന ഒരു വീക്ക് പോയിൻ്റ്, എല്ലാത്തിനും അതിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ടാവും, വീക്ക്നെസ്സും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ പേഴ്സണൽ അസസ്മെൻറ്റ് നടത്തും, വ്യക്തിപരമായൊരു വിലയിരുത്തൽ, ഈ വിഷയം അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മൾ അസസ് ചെയ്യും. നമുക്ക് അതിനുള്ള പവർ എന്താണ്, എവിടെയാണ് നമുക്ക്. ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യം തന്നെ ചില പറയും, അച്ഛാ എനിക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അവർ പറയണത് എനിക്ക് കേൾക്കാൻ എനിക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഹിയറിങ്ങിന് ഞാൻ പോവും. ഞാൻ റൈറ്റിങ്ങിന് ഓക്കെയാണ്. അതുപോലെ തന്നെ IELTSൻ്റെ സ്പീക്കിങ്ങിന് ഞാൻ ഓക്കെയാണ്, റീഡിങ്ങിന് ഞാൻ ഓക്കെയാണ്. പക്ഷേ അവരുടെ ഫോണറ്റിക്സ് എനിക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ട് റീഡിങ്ങിന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല എന്ന് പറയും. അതാണ് നമ്മുടെ വീക്ക്നെസ്. നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയണത് നമ്മൾ ഓക്കെ ആണെന്ന് പറയുന്നതെല്ലാം നമ്മുടെ സ്ട്രെങ്താണ്. ഉടമ്പടിയിലും ഇതുപോലെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓക്കെയാണ്, നമ്മൾ സ്ട്രെങ്ത് ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കും. ഉടമ്പടി മിനിമം പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പം നിങ്ങൾ തന്നെ ഓർക്കും, എന്താ ഇത്രയും കൊച്ചു പ്രാർത്ഥനയല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് ഈ വലിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാനാണെന്ന് നിങ്ങൾ ഓർക്കും. ആ പ്രാർത്ഥനയുടെ ഡോസേജ് അതിൽ 20% ഉള്ളൂ. ബാക്കി 30% കാരുണ്യ പ്രവൃത്തികളാണ്, 50% ഇവാഞ്ചലൈസേഷനാണ്, സുവിശേഷ വിശ്വാസ കൈമാറ്റമാണ്. എപ്പോഴും ഞാൻ പറയുന്നു, എല്ലാ ദിവസവും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളിതിനെ മുഴുവൻ ഒരു പ്രാർത്ഥനയാക്കി അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. 80% പ്രാർത്ഥനയാക്കും. കാര്യം നമ്മൾ പരിചരിച്ചത് അതാണ്. പക്ഷെ ഉടമ്പടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇതിൻ്റെ ഫോർമാറ്റ് നേരെ ഓപ്പോസിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവൻ പറയുന്ന പോലെ ചെല്ലുകയല്ല നമ്മൾ ചെയ്യണത്, അവൻ പറയുന്ന പോലെ ചെയ്യുകയാണ്.
അതിൻ്റെ കാരണം അതൊരു ഫോർമുലയാണ്. മനുഷ്യൻ രക്ഷപ്പെടാനും ഇല്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു പദ്ധതിയാണ്. അവൻ പറയണ പോലെ ചെയ്യുക. അത് എത്രയോ വർഷമായിട്ട് സഭയിൽ ആ വചനം സുവിശേഷം വായിക്കുന്നതാണ്. പക്ഷേ കൃപാസനത്തിൽ അത് വായിച്ചപ്പോൾ അതിൻ്റെ പാസ്വേഡ് കൂടി തന്ന്, പാസ്വേഡ് ഇല്ലാതെ നമുക്ക് എന്തും ചെയ്യാമല്ലോ. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒത്തിരിയേറെ സൈറ്റുകളുണ്ട്. പക്ഷേ ചിലതിന് നമ്മൾ പേയ്മെൻറ്റാണ്, പൈസ കൊടുത്താൽ മാത്രമേ ഫർദറായിട്ട്. ഇപ്പോൾ നമുക്ക് ഒരു എസ്സേ, ഇപ്പോൾ ചാറ്റ് GTP ഒക്കെ നമുക്ക് ഒരു എസ്സേ ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ ചില പുസ്തകങ്ങളുടെ ആന്തരിക കണ്ടൻറ്റുകൾ വേണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. പൈസ കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ വചനത്തിൻ്റെ ഒരു അവസ്ഥ അതാണ്. വചനം വായിക്കുമ്പോൾ കിട്ടുന്നതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓരോ വചനത്തിനും പാസ്വേഡുണ്ട്, പേയ്മെൻറ്റ് നടത്തിയിട്ട് കിട്ടുന്നത്. കൃപാസനത്തിൽ ഈ 2:5 യോഹന്നാൻ്റെ സുവിശേഷം 2:5 അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള വാക്ക് 2000 വർഷങ്ങളായിട്ട് ഇവിടെ വായിക്കപ്പെടുന്നതാണ് സുവിശേഷത്തിലെ. പക്ഷെ അതിൻ്റെ അകത്തൊരു ഉടമ്പടി ഇരിപ്പുണ്ടെന്നുള്ളതാണ് കൃപാസനത്തിന് കിട്ടിയ പ്രത്യേക വെളിപാട്. അതിന് ശരിക്കും പേയ്മെൻറ്റാണത്. അതെന്ത് പേയ്മെൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ചെയ്തത് 2003 ഒരു വർഷം മുഴുവനും അഖണ്ഡ ജപമാല, 1000 മണി ജപമാല, 6 ദിവസത്തെ മഴയെന്നൊക്കെ പറഞ്ഞ പോലെ 6 ദിവസത്തെ കൊന്തമുണ്ടായിരുന്നു ഇവിടെ. രാത്രിയും പകലും ജപമാല ചെല്ലും. ഒരു മണിക്കൂർ പോലും, ഒരു മിനിറ്റ് പോലും കളയാതെ രാത്രിയും പകലും തോരാതെ ഇങ്ങനെ ജപമാല ചെല്ലുമായിരുന്നു ഇവിടെ. ഒരു കൂടാരമൊക്കെ കെട്ടിയിട്ട് അതിനകത്തിരുന്ന് ഓരോരോ ഗ്രൂപ്പുകൾ വന്ന് അണമുറിയാതെ ഇങ്ങനെ ജപമാല ചെല്ലുമായിരുന്നു 2003. അത് ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് തുടങ്ങിയത്. പിറ്റേ കൊല്ലം ഒക്ടോബർ മാസത്തിലാണ് അത് തീരണത്. 2004 ആണ് ആ അണമുറിയാത്ത ജപമാല തീരണത്. അതിനുശേഷം 2004 ഒക്ടോബർ 25-ന് തീരുമ്പോൾ ഡിസംബർ ആയപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് പ്രത്യക്ഷപ്പെട്ടെങ്കിലും ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സിൽവർ ഗിരയിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിൻ്റെ വലിയ ഒരു ഇമ്പാക്റ്റ് ആ ദിവസങ്ങളിൽ ഇല്ലാതിരുന്നത്. എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയില്ല. തോന്നുന്നത് വെച്ചാൽ ആ പരുവക്കേടായിരുന്നു അന്നത്തെ കാലം. അതൊക്കെ ഇവിടെയൊക്കെ ഇത് തുടങ്ങി വരുന്നൊരു സമയമാണ്. അപ്പം അതുകൊണ്ട് സഭയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. ഇത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ വല്ല തരികിട പരിപാടിയും കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്, അപ്പോൾ എനിക്ക് ആ വിഷയത്തിൽ വല്ല സസ്പെൻഷനൊക്കെ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് മിണ്ടാതെ അങ്ങനെ നടന്നു. ഈ ജനങ്ങളോട് പറഞ്ഞ് നമ്മൾ പ്രത്യക്ഷപ്പെട്ട കാര്യമെങ്കിലും പ്രചരിപ്പിച്ചില്ല. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് 2014 അവസാനമായപ്പോൾ, സെപ്റ്റംബർ ആയപ്പോൾ വാടിപ്പെട്ടി പോയി. അവിടെ വെച്ചാണ് എനിക്കവിടെ കയറാൻ പറ്റാത്ത, അമ്മയുടെ സന്നിധാനം, അവിടെയും മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ അവിടെ സന്നിധാനത്തിൽ കയറാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ വന്ന് ഞാൻ ഡൗൺ ആയിട്ട് അങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. വിജയകുമാറിനെ കൊണ്ട് ഞാൻ നേർച്ചയിടിച്ചിട്ട് തിരിച്ചു പോന്നു. വിജയകുമാർ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ അച്ഛൻ കയറാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിവിടെ കയറാൻ അനുവാദമില്ലെന്ന് പറയണം അമ്മ. ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. നീ അത് പൂത്തിവെച്ചിരിക്കുന്ന കാരണം നിനക്ക് മരണസമയത്ത് ഇതിന് ഉത്തിരിപ്പ് കടവുണ്ടാകുമെന്ന്. കാര്യം അതെനിക്ക് പേടിയായിപ്പോയി. ഈ പ്രത്യക്ഷീകരണം ഇവിടെ പ്രഖ്യാപിക്കേണ്ട കാരണം ഇത്രയും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതായത് എൻ്റെ മരണസമയത്ത് ദൈവം നടത്തിയ ഈ വലിയ കാര്യം ലോകത്തോട് പറയാതെ മരിച്ചാൽ അത് ഉത്തിരിപ്പ് കടമാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ മുമ്പും പുറകും നോക്കാതെ ഇവിടെ വന്ന് 2015 അമ്മയെ പ്രതിഷ്ഠിച്ച്. അന്ന് പ്രതിഷ്ഠിച്ച മാതാവാണ് അവിടെ ഇരിക്കുന്നത്. അതായത് കൃപാസന മാതാവല്ല, ലൂർദ് മാതാവിൻ്റെ രൂപമാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഞാനൊരു രൂപം എനിക്ക് മനസ്സിലായില്ല, ഈ പൂർണ്ണ ലൈൻ അത് മോശമാണ്, ദൈവം വളരെ ശ്രദ്ധയോടുകൂടിയാണ് വിഷയം കൈകാര്യം ചെയ്യണതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ന്യൂട്രായിട്ട് ആദ്യം ഒരു മാതാവ് 1987 എൻ്റെ മുറിയിൽ കൊണ്ടുവന്നായിരുന്നു. അന്ന് മുതലാണ് ഞാൻ മാതാവിലേക്ക് കുറച്ച് അടുത്തത്. ഞാൻ പ്രൈവറ്റ് പേഴ്സണൽ ജപമാലയൊക്കെ ചെല്ലാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. ഞാൻ ഈ മാതാവിൻ്റെ രൂപം കൊണ്ട് ചമ്പക്കുളത്ത് കൊടുത്തും പറഞ്ഞ് ഞാനൊരു മാതാവിനെ കൃപാസനത്തിൽ കണ്ടായിരുന്നു,
അത് സിൽവർ ഗ്രേ ആണ്. നടുക്ക് ക്ലോക്ക് ഉണ്ടായിരുന്നു, 10-8 സൂചി കാണിച്ചിരുന്നു. എനിക്ക് ആ മാതാവിൻ്റെ രൂപം പോലെ അത് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള രൂപം ഇതാണെന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തു. ചപ്പക്കുളത്ത് കൂടെ കൊടുത്തിട്ട് ഈ രൂപം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതൊരു അങ്ങനെ ഒന്നും ഒരു ശില്പിയോട് പറയാൻ പറ്റത്തില്ല. അച്ഛന് വട്ടാണെന്ന് തോന്നും. കാര്യം ഞാൻ മനസ്സിലുള്ള രൂപം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? എൻ്റെ മനസ്സിലുള്ള രൂപമേ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കൊരു മോഡൽ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ എന്നെ അമ്മയിലേക്ക് നയിച്ചൊരു രൂപമുണ്ട്, അത് ഇത് കൊണ്ടുവന്നു. എൻ്റെ അതായത് മൊബൈൽ അതിൻ്റെ പടങ്ങളെല്ലാം എടുത്ത് എന്തൊരു മാതാവിൻ്റെ രൂപം ഉണ്ടാക്കി. 1 കൊല്ലം കൊണ്ടാണ് ഇത് ഈ രൂപം ഉണ്ടാക്കിയത്. അപ്പോൾ ചമ്പക്കുളത്ത് ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ തെങ്ങിൻ ചവിട്ടി ഈ രൂപം ഇരിപ്പുണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വെയിലത്ത് വെച്ചതല്ലാതെ ആ ശില്പിയുടെ മുറി സ്ഥലമില്ലായിരുന്നു. അത് കാരണം അടുത്തടുത്ത് ഓർഡർ വന്നപ്പോൾ മാതാവിനെ അവർ പുറത്ത് വെച്ച്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വലിയ മാതാവല്ലേ പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാനും തങ്കച്ചേനും സണ്ണിച്ചേട്ടനും കൂടി അവിടെ ചെല്ലുമ്പോൾ മാതാവിനൊക്കെ ഉണ്ട്. മാതാവ് തങ്കച്ചേട്ടൻ പറഞ്ഞ് ഇത് മാതാവാണെന്ന് എന്നോട് ചോദിച്ചു. കാര്യം അന്ന് വേറെ ലുക്കായിരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്ന കൃപാസന മാതാവ് എൻ്റെ ലുക്കല്ലേ. ഇങ്ങനെ ഇത് ചോദിച്ചപ്പോൾ എനിക്കും തോന്നി, എനിക്കും സംശയം, ഇത് ഇങ്ങനെ ഇത് ചോദിച്ചല്ല, ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ വെച്ചതിന് ശേഷം ഇതുപോലെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഈ പള്ളിയിലിരിക്കുകയാണ്. മാതാവിനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാനൊരു ദിവസം സന്ധ്യയ്ക്ക് ഇവിടെ വന്ന് സന്ധ്യയ്ക്ക് ഇടുന്നപ്പോൾ ഇവിടെയെല്ലാം ഇരുട്ടാണ്. മാതാവിൻ്റെ മുഖത്ത് മാത്രം ലൈറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മാതാവിലേക്ക് ഇങ്ങനെ കണ്ണ് ചിമ്മി അവിടെ നോക്കുമ്പോഴുണ്ട് അന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു കടുകിന് പോലും വ്യത്യാസമില്ലാത്ത അതേ മാതാവാണിത്. അപ്പം എനിക്ക് മനസ്സിലായി, കളി മാറുകയാണെന്ന് മനസ്സിലായി. കാര്യം ഞാൻ ഈ സ്വകാര്യമായിട്ട് ഈ അമ്മയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വ്യക്തിപരമായ അനുഭവങ്ങളാണ് നിങ്ങളോട് പറയണത്. അപ്പോൾ മനസ്സിലായി ഇത് അമ്മ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്, കളി മാറുകയാണെന്ന് മനസ്സിലായി. കാര്യം ഞാനിത് ഈ പ്രത്യക്ഷീകരണം സഭയെ പേടിച്ച് ആവശ്യമില്ലാത്തൊരു വേസ്റ്റ് പേടിക്കലായിട്ട് ഞാനിത് പതുക്കി വെച്ചിരിക്കുകയായിരുന്നു. അമ്മ ഇപ്പോൾ വിഷയം നേരിട്ട് ഏറ്റെടുത്ത്, സെൻട്രൽ കമ്മിറ്റി നേരിട്ട് വിഷയം ഏറ്റെടുത്ത്. അപ്പോഴെനിക്ക് വാടിപ്പെട്ടി വെച്ചൊരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നായിരുന്നു. അതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോൾ നിങ്ങൾ വായിക്കണത്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉൾപ്പെടെ. അവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അകത്ത് ഈ പ്രകൃതിയും ഇപ്പം കാർബണിൻ്റെ കളറല്ലേ ശരിക്കും പറഞ്ഞാൽ, കരിമേഘങ്ങളുടെ ഒരുതരം കളറും കലുഷിതമായ അന്ത്യകാലത്തിൻ്റെ നിറമാണ്. ഈ അന്ത്യകാലത്തിൻ്റെ നിറം, സമയത്തിൻ്റെ ചുരുക്കവും എല്ലാം ഈ വല്ലാത്ത വിഷയങ്ങളാണ്. ഇന്നുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളിൽ ടോപ്പ് സീരിയസ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു വിഷയമാണിത്. അതനുസരിച്ച് തന്നെ വല്ലാത്ത അനുഭവങ്ങൾ വരാൻ തുടങ്ങി ആൾക്കാർക്ക്. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അതിൻ്റെ പേരിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി, അതായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അതാണ് വാടിപ്പെട്ടി വെച്ച് കിട്ടിയ പ്രത്യക്ഷ പ്രാർത്ഥന. അതിൻ്റെ 8-10 ലൈനേ ഉള്ളൂ. അപ്പോൾ കൃപാവര പദ്ധതി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നീട് ആ പ്രാർത്ഥന മാറ്റിയിട്ട് പുതിയ പ്രാർത്ഥന ചെയ്തു തന്നത്. ഇപ്പോഴത്തെ പ്രാർത്ഥന ആദ്യത്തെ പ്രാർത്ഥനയല്ല. വാടിപ്പെട്ടി വെച്ച് കിട്ടിയ പ്രാർത്ഥനയിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമെന്നാണ്. അത് മാത്രം പ്രാർത്ഥിച്ച് 6 മാസം പ്രാർത്ഥിച്ച്, ആയിരക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ച് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അങ്ങനെ 6 മാസം പ്രാർത്ഥിച്ച് ഒരു ദിവസം വേളാങ്കണ്ണിയിൽ 90 ജപമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ വിജയകുമാർ പറയണത്, എഗ്രിമെൻ്റ് എന്താണ് വെച്ചാന്ന് ചോദിച്ചു. എഗ്രിമെൻ്റ് ഞാൻ പറഞ്ഞു എന്താണ്? അല്ല, എഗ്രിമെൻ്റ് അത് നമ്മൾ തിരിച്ചു പോകാൻ നേരത്തെ എഗ്രിമെൻ്റ് എന്ന് അമ്മ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കുള്ള മെസ്സേജാണ് അതെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അത് എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണെന്ന് പറഞ്ഞു. കാര്യം പരിശുദ്ധാത്മാവ് ഉടനെ അത് വ്യാഖ്യാനവരം കിട്ടി. അതിൻ്റെ സാറിന് എഗ്രിമെൻ്റ് എന്നാണ് പറഞ്ഞെങ്കിലും എനിക്ക് വ്യാഖ്യാനവരം കിട്ടി. വ്യാഖ്യാനവരം കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ സാർ അത് എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണ്. ഉടമ്പടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞത് ഓർമ്മയുള്ളൂ. പിന്നെ വിഷയം സീൻ ഉടനെ ചേഞ്ച് ആവും. എന്നിട്ട് ഉടനെ ഞാൻ പറഞ്ഞു സാറേ പേപ്പർ കീറി എടുത്തേ.
അപ്പോൾ സാർ ഉടനെ താഴെ ഇരുന്ന് കെട്ടിയും പൊട്ടി പോരാൻ പോകുകയായിരുന്നു. രണ്ടാമത് സുഹൃത്ത് ബാഗ് തുറന്ന് പേപ്പർ എടുത്ത്, ഒരു പേപ്പർ എനിക്കും തന്ന്, ഒരു പേപ്പർ സാറിനും എടുത്ത്. ഞാൻ കിഴക്കോട്ട് പോയി വേഗലമാതാവിൻ്റെ മുമ്പിൽ പോയി 4 കൊന്തയില്ലേ. ഞാൻ പറഞ്ഞു, ഇപ്പം അമ്മ കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും, ഇത് നിങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞു. ആ പേപ്പർ അദ്ദേഹത്തിന് കൊടുത്ത്, എനിക്ക് തന്ന പേപ്പറും കൊണ്ട് ഞാൻ കിഴക്കോട്ട് പോയി 4 കൊന്തയില്ലേ. 4 കൊന്തയില്ലേ. അപ്പോൾ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം ഞാൻ നിറച്ച് എഴുതിയെടുത്തുകൊണ്ട് തിരിച്ച് ഇങ്ങേടുത്ത് 4 കൊന്തയും കഴിഞ്ഞ് ഇങ്ങേടുത്ത് വരുമ്പോൾ ഇങ്ങനെ വിഷണ്ണനായിരിക്കുക. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി? അമ്മ തന്ന് എഴുതിയ കാര്യങ്ങളൊക്കെ നിറച്ചുകൊണ്ട് പുള്ളിയുടെ പേപ്പറെ. പക്ഷെ അതെല്ലാം പാപങ്ങളെക്കുറിച്ചാണ് പറയണത്. എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ബ്ലെസ്സിങ്സാണ്, നിറച്ച് ബ്ലെസ്സിങ്സ്. അപ്പോൾ ഇത് തമ്മിൽ ഒക്കണില്ല. പുള്ളിയുടെ കയ്യിലുള്ളത് പാപം, എൻ്റെ കയ്യിലുള്ള ബ്ലെസ്സിങ്സ്. ഞാനിങ്ങനെ കുറച്ച് നിറച്ച് വെച്ചിട്ട് വിശ്വാസപ്രമാണം ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി. മലയാളം പള്ളിയിൽ നിന്നുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി. ഇപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എന്തും തുറന്ന് കിട്ടും. വിശ്വാസപ്രമാണം ഒരു താക്കോലാണ്, ഒരു താഴുമാണ്, ഒരു താക്കോലുമാണ്. വിശ്വാസപ്രമാണം കൊണ്ട് നമുക്ക് പൂട്ടുകയും ചെയ്യാം, തുറക്കുകയും ചെയ്യാം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ ചില കാര്യങ്ങൾക്ക്, ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരണം, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ ആ വീട് പൂട്ടണത് നിങ്ങൾ ആ വിശ്വാസപ്രമാണം ചൊല്ലി പൂട്ടിക്കളണം ആ വീട്. അപ്പം പിന്നെ ഒരു ചലിക്കത്തില്ല. അതിന് നമ്മളെ ഒരു പാമ്പ് പോലും കയറത്തില്ല അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെയാണ് തുറക്കണതും. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട വിശ്വാസപ്രമാണമാണ് ചൊല്ലണം. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാവണില്ല, ഇപ്പോൾ ഒരു കാര്യത്തിൽ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, ഇന്ന് ആരൊക്കെ കാണാൻ പറ്റും, അവരവിടെ ഉണ്ടാകുമോ, നമ്മൾ ചെല്ലുമ്പോൾ അവർ അംഗീകരിക്കുമോ, പറയണ കേൾക്കുമോ, പോകുന്ന കാര്യം നടക്കുമോ. അപ്പോൾ ആദ്യം ചെല്ലേണ്ടത്, ഓപ്പൺ ചെയ്യേണ്ടത് താക്കോൽ വിശ്വാസപ്രമാണമാണ്. വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വേണം നിങ്ങൾ വേറെ എന്ത് പ്രാർത്ഥനയും ചെല്ലാൻ. ഇപ്പം ഞങ്ങൾ ഉടനെ ഇത് മനസ്സിലാവണില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി. വിശ്വാസപ്രമാണം ചൊല്ലിയ ഉടനെ ഈ സാധനം തുറന്ന് കിട്ടി. എന്താണ്? അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോഴാണ് അത് ഉടമ്പടിയാണത്. അപ്പോൾ അത് ഓപ്പണായി. എന്താണ്? അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ ഈ 2 പേപ്പറിൻ്റെ നടുക്കുള്ള വാക്കതാണ് നടപടി. അത് യെശയ്യായുടെ പുസ്തകമാണ്. 1:18 വരണതാണ്. അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ആ ഭാഗം ഒന്ന് വായിച്ച്. യെശയ്യാ 1:19. യെശയ്യാ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അപ്പോൾ ദൈവവചനത്തോട് അനുസരിച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ഉടമ്പടിയായി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പടി, അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഒരു അമ്മ ശരിക്കും ഓപ്പൺ ചെയ്ത് തരണമുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അനുസരിച്ച് മൂവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിതുപോലെ ആൾക്കാർ വന്ന് ഉടമ്പടി ചെയ്യാൻ തുടങ്ങി. അപ്പം അതിൻ്റെ അകത്ത് പാപങ്ങളുണ്ട്. പാപങ്ങൾ വെറുത്ത് ഉപേക്ഷിച്ചിട്ട് ആൾക്കാർ നിയോഗങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ലളിതമായൊരു ഉടമ്പടിയാണ് 2016 അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ്, പുതിയൊരു പ്രാർത്ഥനാക്രമം വന്നപ്പോൾ പലയിടത്തും ചോദ്യങ്ങളുണ്ടായി. എന്താണിത്? എവിടെ നിന്നാണിത്? എങ്ങനെയാണിത്? ബൈബിള് വിരുദ്ധമാണോ? ദൈവശാസ്ത്ര വിരുദ്ധമാണോ? എന്നൊക്കെ സഭയുടെ ഉള്ളിൽ നിന്നൊക്കെ ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി, ഇതിന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി, മെത്രാനച്ചന്മാർക്കെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത് എഴുതണമല്ലോ എന്ന് എഴുതി. അങ്ങനെ എഴുതി 72 മണിക്കൂർ എഴുതിയ 170 പേജുകൾ 72 മണിക്കൂർ കൊണ്ട് എഴുതിയതാണത്. ആ എഴുതിയതിൻ്റെ കൂട്ടത്തിലാണ് ഇതെല്ലാം വരണം. ഉപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി ഇങ്ങനെ ഓരോ സാധനങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും അതിൻ്റെ സുവിശേഷ പശ്ചാത്തലങ്ങളും ഇങ്ങനെ എല്ലാം എഴുതുകയാണ്. അത് ദൈവം ഇങ്ങനെ എല്ലാ നിമിഷങ്ങളും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവം. ഇതെല്ലാം കൂടിയാകുമ്പോൾ ഇത് വലിയൊരു സംഭവമായിട്ട് മാറുകയാണ്. അപ്പോഴാണ് പ്രയോഗവിധികൾ വരണത്. പ്രയോഗവിധികൾ ഇപ്പോൾ നമുക്ക് പ്രഖ്യാപനങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷേ പ്രയോഗവിധികളില്ല. പ്രയോഗവിധികളെന്ന് പറയുന്നത് സഭയിൽ കുറവാണ്. സഭയിലുണ്ടായിരുന്ന പ്രയോഗവിധികൾ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പെസകാവ് വലിയ ശനിയാഴ്ച നമുക്ക് പണ്ട് ആനാമ്പെള്ളം തരത്തില്ല, പുത്തൻവെള്ളം തരികയില്ലേ. ഇപ്പോൾ പുത്തൻവെള്ളം ആൾക്കാർ ഉപയോഗിക്കണില്ലല്ലോ അധികം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രയോഗവിധികളെക്കുറിച്ച് പിന്നീട് വന്ന അച്ഛന്മാർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റാതെ വന്ന്. പുത്തൻവെള്ളത്തിൻ്റെ ഗുണമെന്ന് പണ്ട് ഒരു കുരുത്തോലയും കെട്ടി കുത്തൻവെള്ളം തളിച്ചാൽ അവിടെ നിൽക്കുക, അത് പിശാചായാലും. കാര്യം എന്താണ്? നമ്മുടെ അപ്പന്മാർക്ക് അറിയാമായിരുന്നു വിശ്വപ്രമാണത്തിൻ്റെ പവർ എന്താണെന്ന്, പുത്തൻവെള്ളം എന്താണെന്ന് അറിയാമായിരുന്നു. പിന്നീട് വന്ന ഈ തിയോളജിയും
ബൈബിളൊക്കെ പഠിച്ചിട്ട് വന്ന ആൾക്കാർക്ക് ഈ ആ പുസ്തകത്തിലുള്ള പശുവാണ്. അത് പുല്ല് തിന്നത്തില്ല മിക്കവാറും. പുല്ല് തിന്നുന്ന പശു ചത്തുപോയി. കാര്യം പാരമ്പര്യം അറിയത്തില്ല. സഭയെ അനുഷ്ഠിച്ച് പോകുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഒരു മരുന്നെടുത്താൽ പോലും അമ്മമാർ വിശ്വപ്രമാണം ചൊല്ലി 3 കുരിശിനകത്തിടും. ഇപ്പോഴത്തെ അമ്മമാരിടുവാന്ന് നമുക്കറിയത്തില്ല. പഴയ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ മരുന്നല്ല കാര്യം കർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അതിൻ്റെ പുറത്ത് കുരിശിട്ടിട്ട് മാത്രമേ മരുന്ന് കൊടുക്കത്തുള്ളൂ. കാര്യം അത് പാരമ്പര്യമാണ്. അത് അനുഷ്ഠിച്ചിരുന്ന ഒരു കാലവും ആ ഒരു തലമുറയൊക്കെ മണ്ണടിഞ്ഞു പോയി. സഭയുടെ അകത്തും പുറത്തും ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പാരമ്പര്യം ആവശ്യമില്ലാത്ത പാരമ്പര്യത്തെ കൊടുത്ത് കോയ്മ നടിക്കാൻ വേണ്ടി കൊട്ടിഘോഷിക്കണമെന്നല്ലാതെ ദൈവികമായ അനുഭവ വിശ്വാസ തലങ്ങളെ കൈമാറുന്ന പാരമ്പര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നമുക്ക് സമുദായ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള കൊട്ടിഘോഷങ്ങൾ ആണിപ്പോൾ നടക്കുന്നത്. മറിച്ച് വേണ്ടത് വിശ്വാസ പാരമ്പര്യങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് ആ ഒരു തലമുറ മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അത് പ്രയോഗവിദ്യകളുടെ ഒരു കാലമായിരുന്നു. എന്തും ദൈവത്തെ പ്രയോഗിക്കും. പുത്തൻ വെള്ളമാണെങ്കിലും എന്ത് വിഷയമായാലും അതുകൊണ്ട് തളിക്കും. അതാണ് പ്രയോഗമെന്ന് പറയണത്. അപ്പോൾ ഈ ഉടമ്പടി വന്നപ്പോൾ വീണ്ടും പ്രയോഗവിധികൾ തിരിച്ചു വന്നു. ഉപ്പ്, ഉടമ്പടി തൈലം, അല്ലേ, ഉടമ്പടി കാശ്രൂപം, എന്തെല്ലാം പ്രയോഗവിധികളാണ്. അത് വിശ്വാസത്തിൻ്റെ തന്നെ വേറെ ഒരു എക്സ്പ്രഷനാണ്. അത് പ്രയോഗവിധികളെന്ന് പറയണത്. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസിൽ ഒന്ന് പ്രാർത്ഥന, രണ്ടാമത്തത് പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രഘോഷണം, മൂന്നാമത്തത് പ്രയോഗം. അപ്പോൾ ഉടമ്പടിയിൽ ഇതെല്ലാം സമൃദ്ധമായി. അതാണ് ഉടമ്പടി സമ്പൂർണ്ണമായ ഒരു ആധ്യാത്മിക ജീവിത രീതിയായിട്ട് ഉയർന്നു വരുന്നതിൻ്റെ കാരണം. വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്ന് പറയുമ്പോൾ അവരുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല സാക്ഷ്യം. അതായത് നിഷ രാജ എന്നും പറഞ്ഞ് അവർ ഗുജറാത്തിൽ താമസിക്കുകയാണ് വർഷങ്ങളായിട്ട്. രാജ അഗസ്റ്റിൻ, നിഷ രാജ, ഇവർ ഗുജറാത്തിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇവർക്ക് 20 വർഷമായിട്ട് മക്കളില്ല. 20 വർഷമായിട്ട്. അപ്പം ഇവർ അവസാനത്തെ ചികിത്സ അമൃതയിലാണ്. അമൃതയിലെ ചികിത്സയും കഴിഞ്ഞിട്ട് അമൃത ഇവർക്ക് അതുകൊണ്ട് ശരിയാകഴിഞ്ഞിട്ട് അഹമ്മദാബാദിലെ ഏറ്റവും ടോപ്പ് ആശുപത്രിയിലെ 1ാം നമ്പർ ഡോക്ടറിൻ്റെ അടുത്ത് ഇവർ പോകും. അത് അമൃതയിൽ നിന്ന് ഇവരെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യണതാണ്. അഹമ്മദാബാദിലെ 1ാം നമ്പർ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അവരിവരെ അക്കോമഡേറ്റ് ചെയ്യും. പക്ഷേ അവരുടെ ഈ 20ാമത്തെ കൊല്ലം അയാൾ അങ്ങേരുടെ ചികിത്സയായിട്ട് ഇവർക്ക് മക്കളില്ല. പിന്നെ അവർ ചികിത്സ നിർത്തുമ്പോൾ എന്താണ്, 22 ഡോക്ടർമാരുടെ ഫയലാണ് ഇരിക്കണ കയ്യിൽ. ഇത്രയും നാളിനുള്ളിൽ ഇതിനുള്ളിൽ ഒരു പ്രാവശ്യം കുഞ്ഞിനെ 9 മാസം കുഞ്ഞിനെ 9 മാസമുള്ള കുഞ്ഞിനെ പ്രസവിച്ച് വരിക. പക്ഷേ ചത്ത് കിടക്കിയിരുന്നു കൊച്ച്, ചത്താണ് പ്രസവിച്ചത്. പിന്നെ മിസ്കാരേജ് ഉണ്ടായി. 6 പ്രാവശ്യം അബോർഷനായി. കുഞ്ഞുണ്ടാകും, 1ാം മാസമോ 2ാം മാസമോ അബോർട്ടായി പോകും. പിന്നെ IVF, അങ്ങനെ പല പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് മുടക്കണത് ഇങ്ങനെ. എന്നിട്ട് എന്തോ ഒരു എത്രകാലം ആശുപത്രി കിടപ്പാണ് ഒരു കുഞ്ഞിന് വേണ്ടി. എത്ര കാലത്തെ ആശുപത്രി കിടപ്പാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരിതിന് വേണ്ടി മുടക്കണത്. മുടക്കി 22 ഡോക്ടേഴ്സിൻ്റെ ഫയലാണ് അവിടെ കയ്യിലുള്ളത്. ഒരു പെട്ടി ഫയലാണ് ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഒരു വൈദ്യശാസ്ത്രം മുടക്കിയിരിക്കുന്നത്. ഒടുവിലെല്ലാം പരാജയപ്പെട്ട് ഒടുവിൽ കൃപാസനത്തിൽ വരും. കൃപാസനത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കണത്, ഒരു ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് അവിടെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ എനിക്ക് കർത്താവ് തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്, ഇവിടെ വരുമ്പോൾ, മക്കളില്ലാത്തവർ ഇവിടെ വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ വിദേശത്ത് യാത്ര ചെയ്ത് പോകണമെങ്കിൽ കൃപാസനത്തിൽ അമ്മ തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ചെയ്യണത്. നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സ്പർശം ഉണ്ടാവട്ടെ. നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. അങ്ങനെ തുടങ്ങുന്നൊരു പ്രാർത്ഥനയാണത്. അപ്പോൾ അതെല്ലാം ബ്ലോക്ക് ചെയ്താൽ വരാനുള്ള തകർച്ചകളെ വരെ ബ്ലോക്ക് ചെയ്താൽ പ്രാർത്ഥിക്കണേ. അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്കൊരു പ്രാർത്ഥന ഉണ്ട്. മക്കളില്ലാത്തവർ പ്രാർത്ഥന, നിങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞുമായ കൃപാസന അൾത്താറെ, എൻ്റെ 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയായ കൃപാസന അൾത്താറെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തെ
നിൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായി അൾത്താരെ കയറാൻ കർത്താവ് നിന്നെ അനുവദിക്കട്ടെ. അതാണ് പ്രാർത്ഥന. അതെല്ലാവർക്കും കൊടുക്കണം. അത് ഞാൻ എഴുതിയുണ്ടാക്കിയത്, ഇങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയതല്ല. അതിങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് തരും ഓരോ പ്രാർത്ഥനകൾ. അതിപ്പോൾ അതിന് ഓരോ പ്രാർത്ഥനയായിരിക്കും. അതൊന്നും പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അങ്ങനെ പ്രിൻ്റ് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്ന പ്രാർത്ഥന അല്ലത്. അൾത്താരയിൽ അഭിഷേക വിധി പ്രകാരം ആ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന പ്രത്യേക വിഷയത്തിന് വേണ്ടി ദൈവം നൽകുന്ന പ്രത്യേക പ്രാർത്ഥന. പക്ഷേ അത് ഇവർക്ക് അഭിഷേകമായി. ഈ നിഷരാജ എന്ന് പറഞ്ഞ ലേഡിക്ക് 20 വർഷത്തെ ഈ പ്രസവയാത്ര, ഗർഭം ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഈ രക്തസാക്ഷിത്വ യാത്രയിൽ അവസാനം കിട്ടിയ ഈ പ്രാർത്ഥന അവർക്ക് അഭിഷേകമായി. അറിവാണ് നമുക്കെല്ലാവരും കിട്ടുന്നത്. അത് അഭിഷേക വിധിയിലേക്ക് ചെല്ലുമ്പോൾ ആന്തരിക ബോധ്യം കിട്ടും. അറിവിന് ഭൗതിക ബോധ്യമേ കിട്ടത്തുള്ളൂ. അഭിഷേകത്തിന് ആന്തരിക ബോധ്യം കിട്ടും. അപ്പം നിഷാരാജയ്ക്ക് 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷഗണത്തെ സ്ഥിരീകരണത്തിനായി നിൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായി അൾത്താരെ കയറാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ പുരോഹിത വിധി പ്രകാരമുള്ള പ്രാർത്ഥനയിൽ ഇവക്ക് അഭിഷേകമായി. അവളെന്ത് ചെയ്യുന്നറിയാവോ? ഇനി നോക്കണ്ട, ഇനി കുഞ്ഞിനെ കിട്ടിയത് തന്നെ, അമ്മ ഈ ആൾത്താരെ നിനക്ക് കുഞ്ഞിനെ തന്നു കഴിഞ്ഞു എന്നും പറഞ്ഞ് കുഞ്ഞിനെ ജ്ഞാനസ്ഥാനപ്പെടുത്താനുള്ള തിരിയും മേടിച്ചുകൊണ്ടാണ് ഇവൾ ഇവിടുന്ന് പോണത്. എറണാകുളത്ത് പോയി ജ്ഞാനസ്ഥാനത്തിന് സെറ്റുണ്ടല്ലോ, അതാണ് ആ വിശ്വാസത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇത് അഭിഷേകമായി കഴിയുമ്പോൾ എറണാകുളത്ത് നിന്ന് ഇവൾ വണ്ടി പിന്നെ ഗുജറാത്തിലേക്ക് പോണത് ജ്ഞാനസ്ഥാനത്തിൻ്റെ തിരിയും മേടിച്ചുകൊണ്ടാണ് പോണത്. കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞെന്ന് അവൾ ബോധ്യപ്പെട്ട് ഈ ജ്ഞാനസ്ഥാനത്തിൻ്റെ തിരി അതിനകത്ത് ഹൈലൈറ്റ് അതാണ്. ഇപ്പം മഴ വരാൻ വേണ്ടിയല്ല, അങ്ങനെ ഒരു സംഭവമില്ല. മഴ വരാൻ വേണ്ടി എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. ഒരു 5 വയസ്സുള്ള കുഞ്ഞ് കുടയും കൊണ്ടുപോയെന്ന്. എന്താ മറ്റു മഴ വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചതാണ്. പക്ഷെ മഴ വരുമോ ഇല്ലയെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ കൊച്ചിന് മനസ്സിലായി നമ്മൾ പ്രാർത്ഥിച്ചത് മഴ വരാനല്ലേ, അപ്പം മഴ വരുമല്ല, അപ്പം കുട വേണ്ടേ. അതുപോലെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എന്താണ് ചെയ്തിരിക്കുന്നത്? നിൻ്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞുമായി അൾത്താരെ കയറാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് ഇവർക്ക് അഭിഷേകമായി. അവരെന്ത് ചെയ്ത് ജ്ഞാനസ്ഥാനത്തിൻ്റെ തിരിയും മേടിച്ചുകൊണ്ട് പള്ളി കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കണ ഈ പൂക്കൾ ചുറ്റിയ തിരിയില്ലേ, നീണ്ടത്തില്ല, അത്രയും വലിയ തിരി, ജ്ഞാനസ്ഥാനത്തിരി, അത് മേടിച്ചുകൊണ്ട് ഇവർ പോയി. അതുപോലെ തന്നെ അവരാഴ്ച പ്രഗ്നൻ്റായി. പക്ഷെ ഇവരറിഞ്ഞില്ല. ഇവർ തിരിച്ച് റാലിക്ക് വന്ന്. റാലിക്ക് വരാൻ കാരണം ഇവർ പോയി കഴിഞ്ഞ് ഇവർക്ക് ഒരു ദിവസം രാത്രി ഈ നിഷാരാജയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായി. സ്വപ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു മാതാവ് എല്ലാവർക്കും മക്കളെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോരക്കുഞ്ഞിനെടുത്ത് ഇവളുടെ കയ്യിൽ കൊടുത്ത്. അപ്പോൾ അവൾ പറയണത് അത് കൃപാസനം മാതാവല്ല തന്നതെന്നാണ് പറയണത്. കൃപാസനം മാതാവിൻ്റെ ലക്ഷണമൊക്കെയാണ്, പക്ഷെ ഇത്രയും ചെറുപ്പമല്ല. ഒരു പ്രായമുള്ള കൃപാസനം മാതാവാണ് എനിക്ക് ചോരക്കുഞ്ഞിനെ തന്നത്. അപ്പം അതിൻ്റെ അകത്ത് മാത്രമേ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. കൃപാസനം മാതാവ് ഡ്രസ്സുണ്ട്, എല്ലാ കാര്യം ശരിയാണ്. എനിക്ക് കുഞ്ഞിനെ തന്ന കൃപാസനം മാതാവാണ്. പക്ഷേ ഈ കൃപാസനം മാതാവല്ല, അത് ഇത്തിരി പ്രായമുള്ള കൃപാസനം മാതാവ്. ഇത് ഏത് കൃപാസനം മാതാവാണെന്ന് അറിയാൻ പാടുന്നു. ഇവൾ അതിനുശേഷം തിരിച്ച് റാലിക്ക് വന്ന്, ഇപ്പോൾ നമ്മൾ റാലി തുടങ്ങാൻ പോകുകയാണല്ലേ ഇരുപത്, അപ്പോൾ റാലിക്ക് വന്നപ്പോൾ ഇവൾ പ്രഗ്നൻ്റ് ആണ്, ഇവൾക്ക് അറിയത്തില്ലായിരുന്നു. റാലിക്ക് എഴുന്നള്ളിക്കണ കൃപാസനം മാതാവുണ്ട്. അത് നോക്കിയപ്പോൾ ഇവിടെ കണ്ണ് നിറഞ്ഞു പോയി. എന്താ കാര്യം? ഈ മാതാവാണ് എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. സ്ഥിരീകരണമാണത്, സംഭവം സ്ഥിരീകരണമാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇടയ്ക്കൊരു ചെറിയൊരു ആ കുഞ്ഞിനൊരു കുഴപ്പമുണ്ടായി. അപ്പോൾ ഭർത്താവ് 100 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു. ഇടയ്ക്ക് എന്തോ കുഞ്ഞിനെ ഒരു ചെറിയ അവർക്ക് ബ്ലീഡിങ് ഉണ്ടായി. അതായത് കുഞ്ഞിൻ്റെ 7-ാം മാസം കുഞ്ഞിൻ്റെ ലങ്സ് ഉറക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അത് തള്ളക്ക് ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അവർക്ക് ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ഭർത്താവ് 100 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു. അപ്പോൾ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു, അയാൾ ഉപവാസത്തിലായിരുന്നു. അപ്പം ഇങ്ങനെ നിങ്ങളെന്താ ഓരോരുത്തരുമേ ദൈവതിരുസന്നിധിയിൽ ദൈവത്തെ സീരിയസ് ആയിട്ട് കണ്ടിട്ടാണ് ഇങ്ങനെ ആൾക്കാർ ജീവിക്കുന്നത്. അല്ല വല്ലതും കൊണ്ട് വല്ലതൊക്കെ കാണിച്ച് വെച്ച് ഉടമ്പടി നിങ്ങൾ ഉഴപ്പരുത്. ശരിക്കും ഈ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുടെ ജീവിത രീതികൾ നീ നോക്കണം. അപ്പോൾ ഭാര്യയ്ക്ക് ബ്ലീഡിംഗ് ആണെന്ന് കണ്ടപ്പോൾ ഭർത്താവ് 100 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കുകയാണ്, ഒരു നേരം ഉപവാസം. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ദൈവത്തിന് തോന്നുന്നു നമ്മൾ സീരിയസ് ആണെന്ന്. നമ്മൾ ഒക്കട്ടെ കിട്ടിയ കൂട്ടി പോയ ചട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒപ്പിച്ചുണ്ടാക്കാൻ പോകുമ്പോഴാണ് ഉടമ്പടി
തിരിച്ചടിക്കണത്. ആ ദൈവത്തിനെ പരീക്ഷിക്കണമല്ലേ. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിയവാസം പോലെ നിങ്ങൾ ചിലത് ചെയ്തില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴും അതിൻ്റെ അത് ചിലത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ഒരെണ്ണം ചെയ്തില്ലെങ്കിൽ എല്ലാം ചെയ്യാത്തതുപോലെ വരും.